ജനകീയ ആസൂത്രണ പ്രക്രിയയിൽ അതിൻ്റെ ആദ്യകാലം മുതൽ ഇടപെട്ടിപ്പോഴും സജീവമായിട്ട് നിലകൊള്ളുന്ന കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ജനപ്രതിനിധികൾ, അതുപോലെ ജനകീയ ആസൂത്രണ പ്രവർത്തകർ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജനകീയ ആസൂത്രണം 30 ആണ്ട് പിന്നിടുമ്പോൾ നമ്മളിവിടെ വളരെ പ്രധാനപ്പെട്ട മൻമോഹൻ മരണം നമ്മെ വിട്ടു പിരിഞ്ഞ് ഏതാണ്ട് 6 മാസം കഴിഞ്ഞിരിക്കുകയാണ് മൻമോഹൻ. ഒപ്പം ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ശില്പികളിൽ ഒരാളായി നാടംഗീകരിച്ച ഡോക്ടർ എം വി പരമേശ്വരൻ്റെ മരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടിവിടെ ഡോക്ടർ തോമസ് ഐസക് തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ട്. മൻമോഹനെ സംബന്ധിച്ചും ഈ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഐസക് തന്നെ കാര്യങ്ങൾ ആദ്യം അവതരിപ്പിച്ചു. നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് മൻമോഹനെ. കാണാമറയത്ത് നിന്നുകൊണ്ട് ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തെ ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് നയിക്കാൻ ശ്രദ്ധേയമായ നേതൃനിരയിലാണ് മൻമോഹൻ്റെ സ്ഥാനം. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ചില പരിപാടികൾ എൻറോൾമെൻറ്റിൻ്റെ ഭാഗമായിട്ടിവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതും നമുക്ക് നല്ല നിലയിൽ ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള പഠനം ഇനി അങ്ങോട്ടെന്താണ് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പ്രായോഗിക പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുള്ള ദിശാബോധം ഒക്കെ നൽകുന്നതിന് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് എന്നെ ചുമതലപ്പെടുത്തിയത്. നിങ്ങളെല്ലാം സമ്മതത്തോടുകൂടി വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. വലിയ പ്രസംഗത്തിലൊന്നും കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് ആളുകൾ അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ സംസാരിക്കാനുണ്ട്. ഞാൻ 1-2 കാര്യങ്ങളാണ് പറയാനാഗ്രഹിക്കുന്നത്. ഒന്ന്, ജനകീയ ആസൂത്രണം ഒരു പ്രത്യേക ഘട്ടത്തിലാണ് കേരളത്തിൽ ചർച്ച ചെയ്യുകയും അത് ശക്തിപ്പെടുകയും ചെയ്തു. മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനകീയ ആസൂത്രണ പ്രസ്ഥാനം കേരളത്തിൽ നല്ല രീതിയിൽ വേരോട്ടം നേടാനും ലോകം ശ്രദ്ധിക്കുന്ന നിലയിൽ കേരളത്തിൻ്റെ തനത് ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തെ മനസ്സിലാക്കാനും ഇടയായ ഭൗതിക സാഹചര്യം എന്താണ് എന്നാണ് ഞാൻ ആദ്യം അവതരിപ്പിക്കുന്നത്. കേവലമായിട്ടൊരു ദിവസം സുപ്രഭാതത്തിൽ ജനകീയ ആസൂത്രണം തുടങ്ങിയതല്ല. ജനകീയ ആസൂത്രണം തുടങ്ങാൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഭൗതിക സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം അതാണ് നിർണായകമായത്. അത് 1957 ആരംഭിച്ചു. ഏതാണ്ട് 1969, 70, 72 ആകുമ്പോഴേക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞ ഭൂബന്ധത്തിൽ വന്ന മൗലികമായ മാറ്റമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ജന്മിത്വമുണ്ട്, ഭൂപ്രഭുത്വമുണ്ട്. ഞാൻ രണ്ടായിട്ട് തന്നെയാണ് പറയുന്നത്, ജന്മിത്വമുണ്ട്, ഭൂപ്രഭുത്വമുണ്ട്. ഈ കേരളത്തിൽ മാത്രമാണ് ജന്മിത്വം അവസാനിപ്പിക്കാനായത്. ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റമാണ്. 36 ലക്ഷം കുടുംബങ്ങൾക്കാണ് അന്നുള്ള ഭൂരിപക്ഷം കുടുംബം. 36 ലക്ഷം കുടുംബങ്ങൾക്ക് 5 സെൻറ്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി സ്വന്തമാക്കാനും സ്വന്തമായി ഉണ്ടായിരുന്ന ജന്മിത്വം അവരുടെ കയ്യിലായിരുന്നു ഭൂമി, അത് അവസാനിപ്പിക്കാനും കഴിഞ്ഞ ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഈ കേരളമാണ്. അത് കഴിഞ്ഞ് 25 വർഷം, 1/4 നൂറ്റാണ്ട്
70 കണക്കാക്കാം. 69 നിയമം പാസ്സാക്കിയത്. 70 അതിശക്തിയായ സമരവും പ്രക്ഷോഭവും നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 36 ലക്ഷം കുടുംബങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കുടികിടപ്പ് ഉൾപ്പെടെയുള്ള 5 സെൻറ്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി വിതരണം ചെയ്യപ്പെട്ടത്. അങ്ങനെ ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം വന്നതിൻ്റെ 1/4 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് ഇനി കേരളം എന്താണ് എന്ന ചർച്ചയെ തുടർന്ന് ജനകീയാസൂത്രണത്തിലേക്ക് നമ്മൾ വരുന്നത്. യഥാർത്ഥ 95 ജനകീയാസൂത്രണ പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം ഗൗരവപൂർണമായ ആലോചന വരുന്നു. ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 95 നടന്ന സാർവദേശീയ തലത്തിൽ തന്നെയുള്ള ഒരു സമ്മേളനം ചേർന്നുകൊണ്ട് അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും ജനകീയ ആസൂത്രണത്തിൻ്റെയും പശ്ചാത്തലം, എങ്ങനെ കേരളീയ സമൂഹത്തിൻ്റെ പുതിയ വളർച്ച നമുക്ക് ആർജിക്കാനാവും, നമുക്കെങ്ങനെ കൈകാര്യം ചെയ്യാനാവും എന്നുള്ള ഒരു പുതിയ തരത്തിലുള്ള ചർച്ച അനിവാര്യമായ ഘട്ടത്തിലാണ് 1996, ഇപ്പോൾ ഇന്ന് 16, നാളെ 17, ആഗസ്റ്റ് 17 ജനകീയ ആസൂത്രണത്തിൻ്റെ അധികാര വികേന്ദ്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി സഖാവ് നായനാരുടെ ഗവൺമെൻറ് ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്തു. നാളത്തേക്കാണ് 30 വർഷമാകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഉൾപ്പെടെ ഭൂബന്ധത്തിൽ വന്ന മൗലിക മാറ്റത്തെ തുടർന്ന് രൂപപ്പെട്ടു വന്ന കേരളീയ സമൂഹം ഇനി എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്ന കൃത്യമായ അജണ്ടയിലൂടെ ആരംഭിച്ച 30 വർഷം മുമ്പ് ആരംഭിച്ച ജനകീയ ആസൂത്രണം 30 വർഷം കഴിയുന്ന നാളെ, പൂർണ്ണമാകുന്ന നാളെ തീർച്ചയായും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇനി എന്ത് എന്നുള്ള ചർച്ച അനിവാര്യമായിരിക്കുകയാണ്. ചരിത്രം തന്നെ അനിവാര്യമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 30 കൊല്ലക്കാലത്തെ ജനകീയ ആസൂത്രണം പോരാ. അതിപ്പോൾ എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. CP ജോൺ ഇപ്പോൾ മന്ത്രി പറഞ്ഞു പോയത് അങ്ങനെയാണ്. ഒന്നും നേടിയിട്ടില്ല എന്നോ എല്ലാം നേടിയെന്നോ കണക്കാക്കേണ്ടതില്ല എന്നാണ്. അത് ശരിയാണ്.